സോഷ്യൽ മീഡിയയിൽ ഘോരഘോരമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വസ്ത്രധാരണത്തെക്കുറിച്ച്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സെലിബ്രിറ്റീസിനെയൊക്കെ നമ്മളെങ്ങനെ അറിയുന്നത്? ഒന്നുകിൽ നമ്മളവരുടെ സിനിമ കാണും, ഇല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ വഴി അല്ലേ, അവരുടെ ഓരോ പരിപാടികൾ ഇങ്ങനെ കാണും. 99% ആളുകളും ഇവരെയൊക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. സിനിമ വഴി, സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരാളുണ്ട്, ഇന്നൊക്കെ പരിപാടികളാണ് ഇവരൊക്കെ ചെയ്യുന്നത് നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ നമ്മൾ കൺസേൺ ആകുന്നത് ഇവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചല്ലേ. ഇവർ വസ്ത്രം ധരിക്കുന്നത് ശരിയല്ല. അപ്പം സോഷ്യൽ മീഡിയ വഴി നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് അറിയുമ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. നിങ്ങൾ ഈ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു കാര്യം കാണുന്ന അതേ എഫേർട്ട് മതി നിങ്ങൾക്ക് അമേരിക്കയിലോ അല്ല യൂറോപ്പിലോ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഈ മൊബൈലിൽ കാണാൻ. അതല്ല വലിയ എഫേർട്ടൊന്നുമില്ലല്ലോ. കാണുക എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതേ എഫേർട്ടിൽ കാണാൻ പറ്റും അല്ലേ. UK നടക്കുന്ന കാര്യങ്ങൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കുറച്ച് സമയം മതി, അങ്ങനെയില്ല. ഈ ഡിജിറ്റൽ ലോകത്ത് എല്ലാം വളരെ അടുത്തായിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിളാണ്. അപ്പം അങ്ങനെ ഇരിക്കുക, കാര്യം എങ്ങനെയാണെന്നിരിക്കുക, നിങ്ങൾ ഈ പഞ്ചായത്തിലുള്ള ഒരാൾ എങ്ങനെ ഡ്രസ്സ് ധരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഈ 99% ആളുകളും നിങ്ങളാരെങ്കിലും നേരിട്ട് കാണുന്നുണ്ടോ? ഇവരെയൊക്കെ ആരും കാണുന്നില്ലല്ലോ. ഇവരെയൊക്കെ നിങ്ങൾ കാണുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് 99.99% ആളുകളും എല്ലാ ആളുകളെയും കാണുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളൊരാളെ കാണുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെയും കാണാമെന്നുള്ളതാണ്. ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി കാണാം. അപ്പോൾ നിങ്ങളീ ഒരു പഞ്ചായത്തിലുള്ള ഒരാൾ ഇന്ന ഡ്രസ്സ് ധരിച്ചു നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൺസേൺ ആകുന്നതിൽ വല്ല അർത്ഥമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര കൺസേൺ ആവും? ഈ ലോകത്തുള്ള ആളുകളെ മൊത്തം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വസ്ത്രം നടക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ, നടക്കാത്തൊരു കാര്യമാണ്, ഒരിക്കലും ഇമ്പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം മാറുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കണം എന്ന് അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾ അവരെ പുറകെ കാണുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അല്ലേ കമൻ്റ് അടിക്കാനോ ഒന്നും പോകണ്ട. അവരുടെ പാട്ട് നോക്കി പോയിക്കോട്ടെ. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. അല്ലാതെ നിങ്ങൾ ഈ ലോകം മൊത്തം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് വെറും എന്താ പറയണ്ടേ, ഇന്നുള്ള ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള ഒരു മിനിമം ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്.